മെക്സിക്കോ വളരെ മനോഹരമായ ഒരു നാടാണ്. വ്യത്യസ്തമായ ഭക്ഷണത്തിനും അതുപോലെ വ്യത്യസ്തമായ അവരുടെ സംസ്കാരത്തിനും വളരെ പ്രശസ്തമായ ഒരു നാട്. എന്നാൽ എത്ര തന്നെ പുറമെ ഇത്ര ഭംഗിയായി തോന്നിയാലും ആ നാട് തനിക്കുള്ളിൽ വളരെ ഭയാനകമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കാണാതാവുക, വളരെ ക്രൂരമായി കൊല്ലപ്പെടുക, ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ വളരെ കൂടുതലായിരുന്നു. അതും കഴിഞ്ഞ 2-3 വർഷത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ആക്രമണങ്ങൾ അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സ്ത്രീകൾ കാണാതാകും, അങ്ങനെ കാണാതായവരെ അവസാനം വരെയും കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ക്രൂരമായി കൊല്ലപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തും. ഇങ്ങനെയുള്ളവരുടെ എണ്ണമായിരുന്നു വർദ്ധിച്ചു വന്നത്. അങ്ങനെ ഒരു സംഭവമായിരുന്നു 2022 അവിടെ നടന്നത്. ആ നാടിനെ മുഴുവനും അത് വല്ലാതെ ഞെട്ടിച്ചു. നാഷണൽ ലെവലിൽ ഈ ഒരു കേസ് ട്രെൻഡിങ് ആയി. വളരെ വിചിത്രമായ രീതിയിൽ, നമുക്ക് തന്നെ ഒരു ഭയം തോന്നിക്കുന്ന രീതിയിൽ കാണാതായ ഡബനയുടെ ആ ഒരു കേസ് മിസ്റ്റീരിയസ് കേസായിട്ടായിരുന്നു ആ സമയം എല്ലാവരും കണ്ടത്. ഏപ്രിൽ 9, 2022 അന്ന് അതിരാവിലെ 4 മണിക്ക് സുഹൃത്തുക്കളുമായി പുറത്തേക്ക് പോയ ആ ഒരു പെൺകുട്ടി അതിനുശേഷം വിചിത്രമായ രീതിയിൽ കാണാതാകുന്നു. ഈ ഒരു ചിത്രം കാണാൻ തന്നെ വല്ലാത്ത ഭയം തോന്നിപ്പിക്കുന്ന ഈ ഒരു ചിത്രമായിരുന്നു ഡബനി അവസാനമായി ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ. ഈ ഫോട്ടോ എടുത്ത ആ വ്യക്തിയായിരുന്നു അവളെ അവസാനമായി ജീവനോടെ കണ്ട ഒരേ ഒരു വ്യക്തി. അയാൾ ഒരു കോൾ ടാക്സി ഡ്രൈവറായിരുന്നു. ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവനും വൈറലാകാൻ തുടങ്ങി. അങ്ങനെ 18 വയസ്സുള്ള ഡബനിക്ക് അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത്. ഏപ്രിൽ മാസം 8 അന്ന് രാത്രി ഡബനി തന്റെ 2 സുഹൃത്തുക്കളുമായി പുറത്തേക്ക് പോകുന്നു. 2 കൂട്ടുകാർ ആരെന്ന് ചോദിച്ചാൽ 4 മാസങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ഒരു പുതിയ സുഹൃത്ത് സെറാഹി, മറ്റൊരു സുഹൃത്തിന്റെ പേര് ഇവോൺ. അവരെ അന്ന് രാത്രിയാണ് പരിചയപ്പെട്ടത്. ഈ 3 പേരും ചേർന്ന് അന്ന് രാത്രി ഒരു 11 മണിയോടുകൂടി നമ്മളിവിടെ ഊബർ ഓലയ്ക്ക് ബുക്ക് ചെയ്യുന്നത് പോലെ അവിടെയുള്ള കോൾ ടാക്സി ആപ്പ് ഉപയോഗിച്ച് സൈമൺ ബോളിവർ എന്ന സ്ഥലത്ത് പോകുന്നു. അവിടെ ഒരു ഷോപ്പിൽ വോൾക്ക പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിന്നും ഫസ്റ്റ് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കടയിലുണ്ടായിരുന്ന CCTV ഫൂട്ടേജ് നോക്കുമ്പോൾ 3 പേരും വളരെ എനർജറ്റിക്കായി സന്തോഷത്തോടു കൂടി നടക്കുന്നതും വരുന്നതും കാണാൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും ടാക്സി ബുക്ക് ചെയ്യുന്ന DD ആപ്പ് ഉപയോഗിച്ച് വീണ്ടും ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നു. ആ ടാക്സിയിൽ ഡ്രൈവറായി വന്നയാളുടെ പേര് ഡേവിഡ് എന്നാണ്. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. അർദ്ധരാത്രി, സമയം ഇപ്പോൾ 1:20 മറ്റൊരു ക്ലബിൽ അവരെ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ കാറിൽ പോയി ഇറങ്ങിയതെല്ലാം അവിടെയുള്ള CCTVയിലും റെക്കോർഡായിരുന്നു. അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ഡബനയുടെ ഫ്രണ്ടായ ഇവോൺ ആ ടാക്സി ഡ്രൈവറുടെ വാട്സപ്പ് ഡീറ്റെയിൽസ് വാങ്ങുന്നു. കാരണം തിരികെ വീട്ടിൽ പോകുന്ന സമയം ആവശ്യമായി വന്നാൽ വിളിക്കാമല്ലോ എന്ന് കരുതി. അതിരാവിലെ സമയത്ത് ടാക്സി ആപ്പിൽ ചില സമയങ്ങളിൽ ടാക്സി അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നേരിട്ട് ആ ഡ്രൈവറെ വിളിക്കാം എന്ന് കരുതി അവരുടെ ഡീറ്റെയിൽസ് വാങ്ങുന്നത് പൊതുവെ അവിടെ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ ടാക്സി പോയതിനു ശേഷം ഡബനിയും അവളുടെ സുഹൃത്തുക്കളും ചില യുവാക്കൾ ഉള്ള ഗ്രൂപ്പുമായി ചേർന്ന് ആ ക്ലബിനുള്ളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷം അവൾ ആ ക്ലബിന് പുറത്തേക്ക് വരുന്നു. ആ ക്ലബ്ബ് നടക്കുന്ന സ്ഥലത്തിന് പുറത്തേക്ക് വരികയും ഒറ്റയ്ക്ക് നടന്നു പോകുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ ഡബനി പോയതിന്റെ എതിർവശത്ത് നിന്ന് ഒരു 3-4 യുവാക്കൾ നടന്നു വരുന്നുണ്ട്. അതും റെക്കോർഡായിട്ടുണ്ട്. അങ്ങനെ വന്ന് അവർ ഡബനി പോയി ആ ഒരു ഭാഗത്തെ നോക്കി അവളെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. കളിയാക്കി എന്തോ സംസാരിക്കുന്നത് പോലെ കാണാൻ സാധിക്കും. ഡബനിയെ നോക്കി എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയോ അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ ഒന്നും അറിയില്ല. അവർ ആരാണെന്ന് പോലും അറിയില്ല. പക്ഷെ അല്പസമയത്തിൽ ഡബനി വീണ്ടും ആ പാർട്ടി നടക്കുന്ന ക്ലബിനുള്ളിലേക്ക് പോകുന്നു. ഇത് കഴിഞ്ഞ് സമയം ഒരു 3 മണിയായിട്ടുണ്ടാകും. ഡബനി വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊന്നും ഇതിനു മുൻപ് സംഭവിച്ചിട്ടേ ഇല്ല. മാത്രമല്ല ഒരു ഘട്ടത്തിൽ പുരുഷന്മാരുടെ ബാത്റൂമിനുള്ളിലേക്ക് പോയി അകത്ത് ലോക്ക് ചെയ്തിരുന്നു. അല്പസമയം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ആ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് തന്റെ സുഹൃത്ത് ഇവോനോട് എന്നെ എന്തിന് പാർട്ടിയിൽ നീ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എന്ന് ചോദിച്ചു. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് വന്ന ഡബനി വീണ്ടും ബഹളമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അവൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഇവോൻ ചെയ്തത് ആ ടാക്സി ഡ്രൈവർ ഡേവിഡിനെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഡബനി അവളുടെ വീട്ടിൽ കൊണ്ടാക്കാമോ എന്ന് ചോദിച്ചു. സമയം രാവിലെ ഒരു 3:45. ആ സമയം റെക്കോർഡായ CCTV ഫൂട്ടേജ് നോക്കിയാൽ
ഡെബനി ആ പാർട്ടിയിൽ നിന്നും വേഗത്തിൽ ഓടി വരുന്നത് റെക്കോർഡായിട്ടുണ്ട്. പുറകിലൂടെ അവളെ പിടിക്കാനായി ഒരു പാർട്ടി ഗാർഡും പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഡെബനി അയാളെ ചെകിട തടിക്കുകയും കാലുകൊണ്ട് ചവിട്ടുക, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ചു സമയത്തിൽ ഡെബനിയുടെ സുഹൃത്തുക്കളായ സെറായിയും ഇവോനിയും അവിടേക്ക് വരുന്നു. എന്നാൽ സത്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഡെബനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. കൂടാതെ അവൾ എവിടെയെങ്കിലും ഓടിപ്പോകുമോ എന്ന് ഭയന്ന് എല്ലാവരും അവളെ തടയാൻ ശ്രമിക്കുന്നത് പോലെയും തോന്നുന്നുണ്ട്. 3:54 ആയപ്പോൾ ഡേവിഡ് തന്റെ ടാക്സിയുമായി അവിടെ വരുന്നു. ഇപ്പൊ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്ന CCTV ഫുട്ടേജിലൂടെ നോക്കുമ്പോൾ ഡെബനി വളരെ വേഗത്തിൽ ആ ടാക്സിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഈ സമയം മറ്റൊരു പുരുഷൻ ഇവോൺ, ഇവർ രണ്ടുപേരും ആ ടാക്സിക്ക് അടുത്ത് നടന്നു പോവുകയും ഡ്രൈവറോട് എന്തോ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഡേവിഡ്, ഡെബനി രണ്ടുപേരും ആ ടാക്സിയിൽ അവിടെ നിന്നും പോകുന്നു. സമയം ഇപ്പോ 4:18. ആ ക്ലബിൽ നിന്നും കുറച്ചു ദൂരത്തിൽ മറ്റൊരു CCTV റെക്കോർഡായ ഈ ഒരു ഫുട്ടേജ്, അതിൽ ആ ടാക്സി റോഡിന്റെ അരികിൽ നിൽക്കുകയാണ്. കാറിനുള്ളിൽ ഡെബനി, ഡേവിഡ് ഇവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ വാക്കുതർക്കം നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വീണ്ടും ടാക്സി അവിടെ നിന്നും കുറച്ചു ദൂരം വരുന്നു. അല്പസമയത്തിൽ വീണ്ടും അത് ഒരു വലിയ ഹൈവേയിലേക്ക് വരുന്നു. എന്നാൽ ആ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ഡെബനി കാറ് നിർത്താൻ ആവശ്യപ്പെടുന്നു. കാർ നിന്ന ഉടനെ കാറിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങി ആ ഹൈവേക്ക് നടുവിൽ, റോഡിന് നടുവിൽ ചെന്ന് നിന്നു. യാതൊരു ചലനവുമില്ലാതെ നിൽക്കുന്നു. ആ സമയമാണ് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഡേവിഡ് ഡെബനിയുടെ ഈ ഒരു ചിത്രം, വിചിത്രമായ ചിത്രം പകർത്തിയത്. ആ ഹൈവേയെ അവിടെയുള്ള ലോക്കൽസ് ഹൈവേ ഓഫ് ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ഒരു ഹൈവേയിലാണ് ഒരുപാട് സ്ത്രീകൾ, കണക്ക് പോലും പറയാൻ കഴിയാത്തത്ര സ്ത്രീകൾ കാണാതായത്. അതുപോലെ ഈ ഫോട്ടോ എടുത്ത അല്പസമയത്ത് ഡെബനിയും കാണാതാകാൻ പോകുന്നു. ഇപ്പൊ 4:25 ഡേവിഡ് ഡെബനിയുടെ സുഹൃത്തായ ഇവോന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു. ഡെബനി ആ റോഡിന് നടുവിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും അയച്ചു കൊടുക്കുന്നു. ചില വോയിസ് മെസ്സേജും ടെക്സ്റ്റും അയക്കുന്നു. അതിൽ പറഞ്ഞത് ഡെബനി കാറിൽ നിന്നും ഇറങ്ങിപ്പോയി നിൽക്കുന്നു. കാറിൽ കയറാൻ പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഡെബനി ഇപ്പൊ എന്റെ കാറിനുള്ളിൽ ഇല്ല, ഇനി ഇത് എന്റെ ഉത്തരവാദിത്തം അല്ല, ഞാൻ ഇവിടെ നിന്നും പോകുന്നു എന്ന് പറഞ്ഞ് 18 വയസ്സുള്ള ഡെബനി ആ ഹൈവേക്ക് നടുവിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഡേവിഡ് തന്റെ കാറും എടുത്തുകൊണ്ട് പോയി. ഡേവിഡ് പിന്നീട് പറഞ്ഞത്, ഞാൻ കാറിനുള്ളിൽ ഒരു 5 മിനിറ്റ് കാത്തിരുന്നു, 2 തവണ അകത്തേക്ക് വാ എന്ന് ഞാൻ വിളിച്ചു. എന്നാൽ ഡെബനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും വന്നില്ല. അതിനാൽ ഞാൻ അവിടെ നിന്നും പോയി എന്ന് പറഞ്ഞു. എന്നാൽ ഡേവിഡ് അവിടെ നിന്ന് പോയെങ്കിലും ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ആ റോഡിൽ വിട്ടിട്ട് താൻ വന്നല്ലോ എന്നൊരു കുറ്റബോധം വരാൻ തുടങ്ങി. അതിനാൽ ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് ഡെബനിയുടെ സുഹൃത്തായ ഇവോനോട് മെസ്സേജിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ എത്രയോ പറഞ്ഞു, പക്ഷെ അവൾ കാറിൽ കയറിയില്ല. നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ സുഹൃത്തിനെ വന്ന് വിളിക്കാമോ, ഈ സ്ഥലത്താണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. ഒരു 10 മണിക്കൂർ കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് 2:54 ഡേവിഡ് വീണ്ടും ഡെബനിയുടെ സുഹൃത്തായ ഇവോണിന് മെസ്സേജ് ചെയ്യുന്നു. നിങ്ങളുടെ സുഹൃത്തിന് എന്ത് സംഭവിച്ചു, വീട്ടിലേക്ക് വന്നോ എന്ന് ചോദിച്ചു. എന്നാൽ ഇവോൺ വളരെ നിസ്സാരമായി, സിമ്പിളായി ഒരു മറുപടി പറഞ്ഞു. അത് 3 മണിക്കൂർ കഴിഞ്ഞൊരു മറുപടി പറഞ്ഞു, ഡെബനി ഇതുവരെയും വന്നില്ല എന്ന്. ഡേവിഡ് ഹൈവേയിൽ ഡെബനിയെ വിട്ടിട്ട് പോയതിനു ശേഷം അവൾ വീട്ടിലെത്തിയിട്ടില്ല. അതിനുശേഷം അവളെ ആരും തന്നെ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറയിൽ അവൾ ഹൈവേയിൽ നടു റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് റെക്കോർഡായിരുന്നു. അൽക്കോസ് എന്ന ട്രാൻസ്പോർട്ടേഷൻ കമ്പനി കഴിഞ്ഞു പോകുന്നതും റെക്കോർഡായിരുന്നു. അല്പസമയത്തിൽ തന്നെ എന്തോ ഒന്നിനെ കണ്ട് ഭയന്നത് പോലെ, അല്ലെങ്കിൽ ആരോ തന്നെ പിന്തുടരുന്നത് പോലെ ഭയന്നുകൊണ്ട് അവൾ ഓടുന്നതും CCTVയിൽ റെക്കോർഡായിരുന്നു. അങ്ങനെ ഓടി വന്ന അവൾ ഒരു മോട്ടലിനുള്ളിൽ കയറാൻ ശ്രമിക്കുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ, അകത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഇവയെല്ലാം ആ മോട്ടലിന്റെ ഇൻഡോർ ക്യാമറയിൽ റെക്കോർഡായിരുന്നു. എന്നാൽ അങ്ങനെ മോട്ടലിന്റെ ഇൻഡോർ ക്യാമറയിൽ നിന്നും അവൾ മറഞ്ഞതിനു ശേഷം മോട്ടലിന്റെ ഗാർഡൻ ഏരിയയിൽ ഒളിച്ചിരിക്കുകയും 20 മിനിറ്റുകൾ കഴിഞ്ഞ് വീണ്ടും അവൾ നടന്നു പോകുന്നതും റെക്കോർഡായിരുന്നു. എന്നാൽ അവൾ അല്ലാതെ മറ്റാരും ആ CCTV ഫുട്ടേജിൽ റെക്കോർഡായിട്ടില്ല. ഇതായിരുന്നു നമുക്കറിയാവുന്ന ഡെബനിയുടെ അവസാനത്തെ ചില നിമിഷങ്ങൾ. അവിടെ മുതൽ ഡെബനിയെ കാണാതായി. ഒരു 1-2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലിൽ എലീസ ലാം കേസ് ചെയ്തിരുന്നു. നിങ്ങൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ്, ഡാർക്ക് മിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. കാണുന്ന എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്ന ഫുട്ടേജസ് അടങ്ങിയ ഈ ഒരു എലീസ ലാം കേസ് എങ്ങനെയാണോ അതുപോലെ മറ്റൊരു വേർഷനാണ് ഈ ഡെബനി കേസ്. 2022 ഏപ്രിൽ മാസം 9 അന്ന് രാവിലെ ഡെബനിയുടെ കുടുംബം തന്റെ മകളെ കാണാനില്ല എന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. അന്വേഷണം ആരംഭിച്ച പോലീസ് ഡെബനി അവസാനമായി കണ്ടത്
അവളുമായി അവസാനം ഉണ്ടായിരുന്നത് ആ ടാക്സി ഡ്രൈവർ ഡേവിഡ് ആയതുകൊണ്ട് അയാളെ ആദ്യത്തെ സസ്പെക്റ്റായി ഈ കേസിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഡബനിയുടെ അച്ഛൻ പറഞ്ഞത്, തീർച്ചയായും എൻ്റെ മകൾ കാണാതായതിനും ഈ ടാക്സി ഡ്രൈവർ ഡേവിഡിനും എന്തോ ബന്ധമുണ്ട്. ക്ലബിൽ നിന്നും ഡബനിയെ കാറിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ആ കാറിനുള്ളിലുണ്ടായിരുന്ന ഈ രണ്ടുപേരും പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ വാക്ക് തർക്കമുണ്ടാകുന്ന ഫുട്ടേജ് കാണിച്ചുകൊണ്ട് തീർച്ചയായും ഡേവിഡ് തന്നെയാണ് ഡബനി എന്തോ ചെയ്തു എന്ന് പറയുന്നു. ഈ സമയം എല്ലാവരുടെ സംശയവും നേരെ ഡേവിഡിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അവൻ ഒരു ഇന്റർനാഷണൽ മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുത്തു. അതിലവൻ പറഞ്ഞത്, എനിക്ക് ഡബനിയുടെ മിസ്സിങ്ങിനും യാതൊരു ബന്ധവുമില്ല. ഡബനി നേരത്തെ വളരെ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞു വന്നാൽ എന്നെ ഒരു തവണ അവർ അടിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാനേ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ അവളോട് നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് തരാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ നമ്പർ തരാമോ എന്ന് ചോദിച്ചു. എന്നാൽ അവൾ വളരെ വ്യത്യസ്തമായി പെരുമാറി, ഒന്നും തന്നെ തന്നില്ല. ഈ സമയം ഡേവിഡ് ചെയ്തത് ഡബനിയുടെ സുഹൃത്തായ ഇവോനോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. എന്നെ കൊണ്ട് ഡബനിയെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ഒന്നാണ്. അതേസമയം ഇവോനും ഡബനിയുടെ അഡ്രസ്സോ അവളുടെ അമ്മയുടെ നമ്പറോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അന്ന് രാത്രിയാണ് ഡബനി ഇവോൻ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടത്. കൂടാതെ ഇവോന്റെ മറുപടി, ദയവ് ചെയ്ത് ഡബനി തിരികെ ഈ ക്ലബിലേക്ക് കൊണ്ടുവരരുത്. കൂടാതെ ഇവോൻ മറ്റൊരു കാര്യം പറഞ്ഞു, ഡബനി വെറും ഓൾഗ മാത്രമാണ് കുടിച്ചത്, മറ്റ് യാതൊരു സബ്സ്റ്റൻസും അവൾ എടുത്തിട്ടില്ല എന്ന്. ഇങ്ങനൊരവസ്ഥയിൽ ഡബനി കാണാതായി 12 ദിവസത്തിൽ കൂടുതലായി. എന്നാൽ അന്നുവരെയും ഡബനി എവിടെയാണ്, അവൾക്ക് എന്ത് സംഭവിച്ചു, യാതൊരു ചെറിയ വിവരം പോലും ലഭിച്ചില്ല. ഏപ്രിൽ മാസം 21 ഡബനി അവസാനമായി പതിഞ്ഞ ആ CCTV ഫുട്ടേജുള്ള മോട്ടലിന്റെ സ്റ്റാഫ്സ് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങിന് പുറകിലുള്ള ഔട്ട് ഓഫ് സർവീസ് ഏരിയയിൽ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ട്, എന്തോ അഴുകിയതുപോലുള്ള ദുർഗന്ധം വരുന്നുണ്ട്. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. പക്ഷെ പോലീസ് നേരത്തെ തന്നെ ആ സ്ഥലം ഡ്രോൺ ഉപയോഗിച്ചും നായകൾ ഉപയോഗിച്ചും നന്നായി പരിശോധിച്ചിരുന്നു. എന്നാൽ ആരും ആ മോട്ടലിന്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് പരിശോധിച്ചില്ല. ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത, ആക്സസ് ഇല്ലാത്ത സ്ഥലത്തുള്ള ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിനെ ചുറ്റി 9 അടി നീളത്തിൽ ഒരു കോൺക്രീറ്റ് ചുമരുണ്ട്. അതിന് മുകളിൽ ഒരു കമ്പി വേലിയുമുണ്ട്. ഇങ്ങനെ ആർക്കും കടന്നു വരാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് അവിടെയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിനുള്ളിൽ വളരെ വിചിത്രമായ രീതിയിൽ, വളരെ ക്രൂരമായ അവസ്ഥയിൽ, അഴുകിയ അവസ്ഥയിൽ 18 വയസ്സുള്ള ഡബനിയെ കണ്ടുപിടിക്കുന്നു. അവളുടെ അവസാനത്തെ CCTV ഫുട്ടേജിൽ ആ മോട്ടലിന്റെ ഇന്നർ ക്യാമറയിൽ അവൾ റെക്കോർഡായിരുന്നു. അങ്ങനെ അവൾ അവസാനം നടന്നു പോയ ആ ഡയറക്ഷനിലാണ് 30 അടി മാറി ആ ഉയർന്ന മതിലുള്ളത്. അതിന് പുറകിലാണ് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഉള്ളത്. ഇപ്പൊ പോലീസ് ചെയ്തത് ആ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് തുറക്കുന്നു. 14 അടി ആഴമുള്ള ആ വാട്ടർ ടാങ്കിന്റെ അടിയിൽ 3 അടി മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. അതിൽ ഡബനിയുടെ മൃതശരീരം മുഖം വെള്ളത്തിനടിയിലും 2 കാലുകളും പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ആ ഒരു പൊസിഷനിൽ കണ്ടെത്തി. 2 ആഴ്ചയായി ആ ഒരു ടാങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന ഡബനിയുടെ ശരീരം കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അഴുകിപ്പോയിരുന്നു. മുഖം തന്നെ വ്യക്തമായില്ല. തുടക്കത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം, നെക്ലസ് ഉപയോഗിച്ചാണ് അത് ഡബനി ആയിരിക്കുമെന്നുള്ള ഒരു ഊഹത്തിൽ തന്നെ എത്തിയത്. ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്, ഡബനി അപകടത്തിൽ ടാങ്കിനുള്ളിൽ വീണിട്ടുണ്ടാകാം, അങ്ങനെ തലയിൽ പരിക്കേറ്റിട്ടുണ്ടാകാം, ടാങ്കിൽ വെള്ളമുണ്ടായിരുന്നു, ശ്വാസം മുട്ടി അവൾ മരിച്ചിട്ടുണ്ടാകാമെന്ന്. ഇതൊരു അപകട മരണമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഡബനിയുടെ കുടുംബം നിഷേധിച്ചു. അതിനാൽ അവർ സ്വയം ഈ ഒരു കേസ് അന്വേഷിക്കുകയും ഒരു വ്യക്തമായ റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ബ്ലണ്ട് ഫോഴ്സ് ട്രോമ എന്ന് ഫോറൻസിക്കിൽ പറയും. ഇതാണ് എക്സാക്ട് ടേം. അതായത് ഒരു വലിയ ഇരുമ്പ് കമ്പിയോ ബേസ്ബോൾ ബാറ്റ് പോലുള്ള ഒരു മെക്കാനിക്കൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഡബനിയുടെ തലയിൽ തുടർന്ന് അടിച്ചിട്ടുണ്ട്. അതും ഒരു സ്ഥലത്തല്ല, പല ആംഗിളിൽ അടിച്ചിട്ടുണ്ട്. ഡബനിയുടെ തലച്ചോറിലെ 2 ഭാഗവും ചതഞ്ഞു പോയിട്ടുണ്ട്. വലത് കാതിനടുത്ത്, കണ്ണിന്റെ ഭാഗം, മൂക്ക്, ചുണ്ട്, ഇങ്ങനെ അടിക്കാനായി ഉപയോഗിച്ച വസ്തു കൊണ്ട് വീണ്ടും വീണ്ടും തുടർച്ചയായി തലയിൽ പല ഭാഗങ്ങളിൽ അടിച്ചിട്ടുണ്ട്. അടിച്ച ആ ഒരു രീതി, റിപ്പീറ്റഡ് അടിച്ചത്, ഡിഫറെന്റ് ആംഗിൾസ് ഓഫ് ഇമ്പാക്ട്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇത് മറ്റൊരു വ്യക്തി കാരണമാണ് സംഭവിച്ചത്. അതിനാൽ ഇത് വയലന്റായ ഒരു ഹോമോസൈഡ് ആണെന്ന് റിപ്പോർട്ട് വന്നു. കൂടാതെ ഡബനിയുടെ ശ്വാസകോശത്തിൽ വെള്ളം പോയിട്ടില്ല. അതായത് ഡബനി ആ വാട്ടർ ടാങ്കിനുള്ളിൽ വരുന്നതിന് മുൻപ് തന്നെ അവൾ മരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു അപകടമായ മരണമല്ല, ഇത് തീർച്ചയായും ഒരു കൊലപാതകമാണ്. ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം, ഡബനിയുടെ ശരീരം കണ്ടുപിടിച്ച ആ ഒരു വാട്ടർ ടാങ്കിന് അടുത്തായി മറ്റൊരു വാട്ടർ ടാങ്കിന്റെ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിക്കുള്ള ഡബനിയുടെ ഷൂസ്, ടിഷ്യൂസ്, കീ, ഒരു ചെറിയ ബാഗ്, ഒരു ഫോൺ കേസ്, ഒരു ചെറിയ ഹാൻഡ് സാനിറ്റൈസർ ബോട്ടിൽ, ഒരു ലൈറ്റർ, ഇവയെല്ലാം ആ തൊട്ടടുത്തുണ്ടായിരുന്ന വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടുപിടിച്ചു. ഇപ്പൊ പോലീസ് പറഞ്ഞതുപോലെ ഡബനി അപകടകരമായി ആ കുഴിക്കുള്ളിൽ വീഴുന്നതിന് മുൻപ് ഈ വസ്തുക്കളെല്ലാം അവൾ തന്നെയാണോ കുഴിക്കുള്ളിൽ ഇട്ടത്? അല്ലെങ്കിൽ മറ്റാരോ ഒരാൾ അതെല്ലാം മറച്ചു വയ്ക്കാനായി അതിനുള്ളിൽ ഇട്ട് കാണുമോ? ഇതിൽ വിചിത്രമായ മറ്റൊരു കാര്യവുമുണ്ട്.
ഡെബനിയുടെ മൃതശരീരം കണ്ടുപിടിച്ച ആ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിനും തൊട്ടടുത്ത് ഈ വസ്തുക്കളെല്ലാം കണ്ടുപിടിച്ച ഈ ടാങ്കിനും ഇടയിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ആ ഒരു ഗ്യാപ്പിൽ പോലും ഡെബനിയുടെ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ ചെളി നിറഞ്ഞ വൈറ്റ് കളർ ബ്ര, ഡെബനിയുടെ ഫേസ് മാസ്ക്, അവളുടെ കറുത്ത നിറത്തിലുള്ള പേഴ്സ് കണ്ടുപിടിച്ചു. കൂടാതെ പോലീസ് ഇതിൽ അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പുറത്തുവിടാതെ തെറ്റായ കാര്യങ്ങൾ പുറത്തുവിടുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. മെക്സിക്കോയിലുള്ള പോലീസ് ഫോഴ്സ് ഉള്ളതിൽ വെച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പോലീസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഒരു കേസ് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇരയിൽ തന്നെ കുറ്റമാരോപിക്കുകയും കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഇവിടെയും അവർ ശ്രമിച്ചു. അല്ലെങ്കിൽ കറപ്ഷൻ കൂടുതലുള്ള മെക്സിക്കോയിൽ പണം വാങ്ങി പോലീസുകാർ ഈ ഒരു കേസിനെ മൂടി മറച്ചു എന്നും പറയുന്നു. അങ്ങനെ യഥാർത്ഥ കുറ്റവാളിയെ പോലീസ് രക്ഷിച്ചു. ആരാണ് ആ കുറ്റവാളി? അന്ന് രാത്രി ഡെബനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചില തിയറികളും ഇപ്പൊ കാണാം. ഒന്നാമത്തെ തിയറി. ഈ തിയറി അനുസരിച്ച് ഡെബനി പോയ ആ ക്ലബിലുണ്ടായിരുന്ന ഒരു വ്യക്തി, അപരിചിതനായ വ്യക്തി അവളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. മോശമായി പെരുമാറാൻ വേണ്ടി അവളുടെ ഡ്രിങ്ക്സിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. അങ്ങനെ കലർത്തിയ ആ ഒരു സബ്സ്റ്റൻസ് പ്രവർത്തിക്കാൻ തുടങ്ങിയതും അവളും കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വ്യക്തി അവസരം മുതലെടുത്ത് തെറ്റായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ ഡെബനി ടോയ്ലറ്റിനുള്ളിലേക്ക് പോയി കതക് ലോക്ക് ചെയ്തിരിക്കാം. കൂടാതെ അവൾക്കുണ്ടായിരുന്ന ആ ഒരു മദ്യലഹരി കാരണം അതിനുശേഷം ആരെ കണ്ടാലും ഭയന്ന് പെരുമാറുകയും ആ ക്ലബ്ബ് വിട്ട് പുറത്തേക്ക് ഓടിയിട്ടും ഉണ്ടാകാം. അപ്പോഴാണ് ഇവോൺ ടാക്സി ഡ്രൈവറായ ഡേവിഡിനെ വിളിച്ച് ഡെബനിയെ വിളിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ടാക്സിയിൽ അവൾ പോകുമ്പോൾ തന്നെ വീണ്ടും വിചിത്രമായ രീതിയിലും മോശമായും പെരുമാറാൻ തുടങ്ങി. എന്നാൽ ആ ടാക്സിയിൽ പോകുമ്പോൾ പോലും ടാക്സി ഡ്രൈവറെ അവൾ അടിക്കുകയും അയാളോട് രൂക്ഷമായി പെരുമാറുകയും ചെയ്തു. പിന്നീട് ഒരു ഘട്ടത്തിൽ കാറിൽ നിന്നും ഇറങ്ങി ഡെത്ത് ഹൈവേ എന്ന് പറയപ്പെടുന്ന ആ ഹൈവേ റോഡിന് നടുവിൽ പോയി നിൽക്കുന്നു. ഇപ്പോൾ ടാക്സി ഡ്രൈവർ ഡേവിഡ് ഡെബനി അവസാനമായി ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ ഇവോന് സെൻഡ് ചെയ്തിട്ട് അല്പസമയത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതേസമയം ക്ലബിലുണ്ടായിരുന്ന ഇവോൺ അവിടെ ഉണ്ടായിരുന്ന മറ്റ് മെമ്പേഴ്സിനോട് ഡേവിഡ് അയച്ച ആ ഒരു ചിത്രം നോർമലായി കാണിച്ചിട്ടുണ്ടാകാം. അവൾ ഹൈവേയിൽ നിൽക്കുന്നു, ഒറ്റയ്ക്ക് നിൽക്കുന്നു, അവൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ നേരത്തെ ഡെബനിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ആ ഒരു വ്യക്തി ഇക്കാര്യം മനസ്സിലാക്കുകയും ഡെബനിയെ തേടി അവിടെ പോയിട്ടുണ്ടാകാം. ആ ക്ലബിൽ നിന്നും കുറച്ചു ദൂരം മാത്രമായതുകൊണ്ട് അവന് ഡെബനിയെ കണ്ടുപിടിക്കാനും വളരെ എളുപ്പമായിരുന്നിരിക്കും. അങ്ങനെ അവനായിരിക്കാം ഡെബനിയെ കൊന്നിട്ടുണ്ടാകുമെന്ന് ഈ ഒന്നാമത്തെ തിയറി പറയുന്നു. അടുത്ത തിയറി, രണ്ടാമത്തെ തിയറി. ഡെബനിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഡെബനിയെ കൊന്നത് തീർച്ചയായും ആ ടാക്സി ഡ്രൈവറായ ഡേവിഡ് തന്നെയായിരിക്കാം. ഡെബനിയുമായി ഉണ്ടായ വാക്ക് തർക്കം, അതിനെ തുടർന്ന് ഹൈവേയിൽ അവൾ ഇറങ്ങിപ്പോയി. പിന്നീട് ഡെബനിയെ പിന്തുടർന്ന് അവളെ കൊന്ന് ആ മോട്ടലിന്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൽ അവൻ ഇട്ടു എന്നും പറയുന്നു. എന്നാൽ അങ്ങനെ നോക്കിയാലും ഡെബനി ആ ഹൈവേയിൽ ഇറക്കി വിട്ടതിനു ശേഷം അടുത്ത 45 മിനിറ്റ് കഴിഞ്ഞ് ഇവോനുമായി അവൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്തു. അപ്പോൾ കൊലപാതകവും ചെയ്ത് എങ്ങനെയാണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനും സാധിക്കുക? അതുപോലെ ഡേവിഡിന്റെ കൂടെയായിരുന്നു ഡെബനി അവസാനമായി ഉണ്ടായിരുന്നത്. നാളെ ഒരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായും പോലീസ് തന്നെ പിടിക്കുമെന്ന് ഡേവിഡിന് നന്നായി അറിയാം. അങ്ങനെ ഒരു അറിവുള്ള വ്യക്തി തീർച്ചയായും ഇത് ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നും ചില കൂട്ടർ പറയുന്നു. ഇപ്പോ എന്റെ തിയറിയിൽ നോക്കിയാൽ ഈ ആദ്യത്തെ രണ്ട് തിയറിയിൽ നിന്നും ഒരു ചോദ്യം വരുന്നുണ്ട്, എന്നാൽ അതിന് ഉത്തരമില്ല. അതായത് ഒരു പക്ഷേ ഡെബനിയെ ഫോളോ ചെയ്ത് വന്ന് കൊന്നു എന്നുണ്ടെങ്കിൽ അത് ആ ക്ലബിലുണ്ടായിരുന്ന അപരിചിതനായാലും ടാക്സി ഡ്രൈവറായ ഡേവിഡോ ഇവരാരായാലും എന്തുകൊണ്ട് അവർ യാതൊരു CCTV ഫുട്ടേജിലും റെക്കോർഡായില്ല? നമ്മൾ കണ്ട എല്ലാ CCTV ഫുട്ടേജിലും ഡെബനി മാത്രമാണ് ഒറ്റയ്ക്ക് നടന്നു വരുന്നത്. അവൾ എന്തോ ഒന്നിനെ കണ്ട് ഭയന്ന് ഓടുന്നുണ്ട്, ഓടി ഒളിക്കുന്നുണ്ട്. എന്നാൽ എവിടെയും മറ്റാരെയും കാണാൻ സാധിക്കുന്നില്ല. അവൾക്ക് പുറകിലൂടെ നടന്നു വരുന്നത് പോലെയോ പിന്തുടരുന്നത് പോലെയോ യാതൊരു ഫുട്ടേജുമില്ല. ഇതിന് ഉത്തരം എന്താണെന്ന തിയറി ഒന്നും പറയുന്നില്ല, രണ്ടും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡെബനി അപകടകരമായാണ് വാട്ടർ ടാങ്കിനുള്ളിൽ വീണത്. അങ്ങനെയാണെങ്കിലും മറ്റൊരു ചോദ്യവും വരുന്നുണ്ട്. അവളുടെ മുഖത്തും തലയിലുമായി തുടർന്ന് എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അതിനുള്ള കാരണം എന്താണെന്നും അറിയില്ല. ഇതിന് തീർച്ചയായും ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അവളുടെ രൂപം അവസാനമായി പതിഞ്ഞ ആ മോട്ടലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ്, ഒരുപക്ഷെ ആ സ്റ്റാഫ് ഇതിനു മുൻപ് തന്നെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. അവന്റെ കണ്ണിൽ ഡെബനി പെട്ടു. ആ മോട്ടലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സ് ആയതുകൊണ്ട് CCTV എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് അവൻ അറിയാം. അങ്ങനെ അവൻ കാത്തിരുന്ന് ഡെബനി അവസാനം CCTV ഇല്ലാത്ത സ്ഥലത്ത് പോയപ്പോൾ അവളെ അടിച്ചു കൊന്നിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെയും ഒരു ചോദ്യമുണ്ട്. അവളെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? ഡെബനി റേപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിപ്പോർട്ടിൽ അത് നൽകണമായിരുന്നു. അതിനാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കരുതിയാലും എന്തിനു വേണ്ടി അവൻ കൊന്നു? അങ്ങനെയാണെങ്കിൽ ഇത് കൊലപാതകവുമല്ല, ആത്മഹത്യയുമല്ല, മറ്റെന്തുവാണ്? ഈ ഒരു കേസിനെ എന്തുകൊണ്ട് എലിസ ലാം കേസുമായി താരതമ്യം ചെയ്തു എന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്.
എലിസ ലാം കേസിൽ എങ്ങനെയാണോ CCTVയിൽ എലിസ ലാം അല്ലാതെ മറ്റാരെയും കാണാൻ സാധിക്കാത്തത്, അതുപോലെയാണ് ഡെബനിയുടെ കേസും. ഡെബനി അല്ലാതെ മറ്റാരും റെക്കോർഡായിട്ടില്ല. എലിസ ലാം കേസിൽ വളരെ വിചിത്രമായി എലിസ പെരുമാറുന്നുണ്ട്. ഇവിടെയും ഡെബനി വിചിത്രമായി പെരുമാറുന്നുണ്ട്. എലിസ ലാമിനെയും അവസാനം ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ നിന്നായിരുന്നു മരിച്ച അവസ്ഥയിൽ കണ്ടെത്തിയത്. അതുപോലെയാണ് ഡെബനിയും അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടുപിടിക്കുന്നു. എലിസയുടെ കേസിലും ഉത്തരം കിട്ടാത്ത പല വിചിത്രമായ ചോദ്യങ്ങളുണ്ട്. അതുപോലെയാണ് ഡെബനിയുടെ കേസിലും ഉത്തരം കിട്ടാത്ത പല വിചിത്രമായ ചോദ്യങ്ങളുണ്ട്. ഏപ്രിൽ മാസം 9-ാം തീയതി വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങിയ ഡെബനി അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് ഇന്നും ചുരുളഴിക്കാൻ കഴിയാത്ത പല രഹസ്യങ്ങളിൽ ഒന്നാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.